കേരള സർവകലാശാല രജിസ്ട്രാർക്ക് സസ്പെൻഷൻ. സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് സസ്പെൻഷൻ നടപടി. വൈസ് ചാൻസലറാണ് സസ്പെൻഷൻ ഉത്തരവിറക്കിയത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, രാജ്ഭവന് നിയമോപദേശം കിട്ടിയതിന് പിന്നാലെ കേരള സർവകലാശാല രജിസ്ട്രാർക്ക് നേരെ നടപടി ഉണ്ടായിരിക്കുന്നു, സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു. ഇവിടം കൊണ്ട് തീരില്ല. മാധു, സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ നടപടിയെടുത്തിരിക്കുന്നു. വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറങ്ങിയത്. രാജ്ഭവൻ ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടിയതിന് പിന്നാലെയാണ് VCയുടെ നടപടി. നേരത്തെ ഈ സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട ചടങ്ങ്, അത് ഗവർണർ പങ്കെടുത്ത ചടങ്ങാണ്. ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് VC പ്രാഥമികമായ റിപ്പോർട്ട് രാജ്ഭവന് നൽകിയിരുന്നു. അതിൽ രജിസ്ട്രാർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റമായതിനാൽ, അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ള വീഴ്ചകൾ കണ്ടെത്താൻ സാധ്യത ഉള്ളതിനാൽ കൂടുതൽ അന്വേഷണം വേണമെന്നും VC റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജ്ഭവൻ ഇന്ന് അടിയന്തരമായി ഈ നിയമോപദേശം, രജിസ്ട്രാർക്കെതിരെ നടപടിയുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടിയത്. ആ നിയമോപദേശം അനുസരിച്ച് VCക്കെതിരെ ചാൻസലർക്കോ വൈസ് ചാൻസലർക്കോ നടപടിയെടുക്കാമെന്നുള്ള ഒരു നിയമോപദേശമാണ് കിട്ടിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വൈസ് ചാൻസലർ തന്നെ നിയമപ്രകാരം ഉള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട്, VCയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. സീനിയർ ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിന് രജിസ്ട്രാറുടെ ചുമതല നൽകിയിട്ടുണ്ട്. മാധു, അനന്തൻ, ഇപ്പോൾ ഈ രജിസ്ട്രാർ ബാഹ്യസമ്മർദ്ദത്തിന് ഇരയായി അല്ലെങ്കിൽ വിധേയമായി എന്നുകൂടിയാണല്ലോ ആദ്യം പറഞ്ഞത്. ഇപ്പം അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഭാരതാംബ ചിത്രം അവിടെ വച്ചിരിക്കുന്നു. SFIയുടെയും KSയുടെയും ഒക്കെ പ്രതിഷേധം പുറത്ത് നടക്കുന്നു. സംഘാടകർ ഞങ്ങളിത് മാറ്റുന്ന പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ അവിടെ വേദിയിൽ രജിസ്ട്രാറുമുണ്ട്. അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹവും വളരെ ടെൻസ്ഡായിട്ടാണെന്ന് പ്രതികരിച്ചത്. അത് ഈ ബാഹ്യസമ്മർദ്ദം എന്നത് ഏത് നിലയിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. രജിസ്ട്രാർക്ക് ഏത് നിലയിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയും? ഇതൊരു വലിയ രാജ്ഭവൻ സർക്കാർ പോരിന്റെ മറ്റൊരു അധ്യായമായി ഈ വിഷയം കൂടി മാറിയല്ലേ? തീർച്ചയായിട്ടും. പത്മനാഭ സേവാ സമിതി സംഘപരിവാർ അനുകൂല സംഘടനയാണ്. ഈ സംഘടനയുടെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് ഈ സെനറ്റ് ഹാളിൽ വെച്ചിരുന്നത്. അതിലാണ് ഭാരതാംബയുടെ ചിത്രം, ആ ചടങ്ങ് തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ഭാരതാംബയുടെ ചിത്രം വെച്ച് ആ ചടങ്ങ് തുടങ്ങാൻ ആരംഭിച്ചത്. ആ സമയത്താണ് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി വരികയും അത് സംഘപരിവാർ പ്രവർത്തകർ തടയുകയും അതിനിടയിൽ പോലീസ് ആക്ഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. ആ സമയത്ത് ഗവർണറാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. ആ ഗവർണർ പങ്കെടുക്കുന്നതിന് തൊട്ടു മുൻപാണ് ഈ സംഘർഷം ഉണ്ടായത്. ആ സമയത്താണ് രജിസ്ട്രാർ ഈ വേദിയിലേക്ക് കടന്നു വരികയും ഈ ചടങ്ങിന് അനുമതിയില്ല എന്ന് പരസ്യമായി മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് മാതൃഭൂമി ന്യൂസിലൂടെയാണ് അദ്ദേഹം ആ പ്രതികരണം നടത്തിയത്. ഇത് ഇത്തരമൊരു ചിത്രം വെക്കാനുള്ള അനുമതി നൽകിയിരുന്നില്ല, മതചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് എടുക്കുകയും ചെയ്തത്. പക്ഷേ രജിസ്ട്രാർ ആ നിലപാട് എടുത്തതിന് തൊട്ടു പിന്നാലെ ഗവർണർ ആ ചടങ്ങിൽ വരികയും ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർ രാജ്ഭവന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്, ഈ ഗവർണർ വേദിയിൽ ഇരിക്കെ തന്നെ രജിസ്ട്രാർ അനുചിതമായ നിലപാട് എടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല, വിശ്വാസയോഗ്യമായ റിപ്പോർട്ടോ വ്യക്തമായ വിവരങ്ങളോ ഇല്ലാതെയാണ് രജിസ്ട്രാർ പ്രവർത്തിച്ചത്. രജിസ്ട്രാർ, സെക്യൂരിറ്റി ഓഫീസർ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്നിവരിൽ നിന്നുള്ള റിപ്പോർട്ടിലും ആരോപിക്കപ്പെട്ട ചിഹ്നം എന്താണെന്നോ അത് ഏത് മതത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നോ വ്യക്തമാക്കുന്നില്ല. അപ്പോൾ മതചിഹ്നം ഉപയോഗിച്ചു എന്ന ചട്ട ലംഘനം നടന്നിട്ടില്ല എന്നാണ് വൈസ് ചാൻസലർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അങ്ങനെ ഉള്ള അത് ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് രാജ്ഭവന് നൽകിയത്. രാജ്ഭവൻ ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് രജിസ്ട്രാർക്കെതിരെ ഈ നടപടി എടുക്കാനുള്ള നിയമ സാധുത അന്വേഷിച്ചത്. അത് പ്രകാരം നടപടിയെടുക്കാം എന്നുള്ള അന്നുണ്ടായ രണ്ട് തർക്കങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അതായത്, ഒന്ന്, ഈ മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഈ വേദി വിട്ടു നൽകാൻ കഴിയില്ല എന്നൊരു തീരുമാനം രജിസ്ട്രാർ എടുക്കുന്നു. ഈ ഭാരതാംബ എന്ന് ഇവർ പറയുന്ന ഈ ചിത്രം അവിടെ വെക്കുന്നില്ല എങ്കിൽ ആ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് രാജ്ഭവൻ തീരുമാനമെടുക്കുന്നു. ഈ രണ്ട് ആശയ സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് വേദി റദ്ദാക്കുക എന്നൊരു തീരുമാനമെടുക്കുന്നത്. ഗവർണർ ആ സമയത്തിനുള്ളിൽ അവിടേക്ക് വരും എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം രജിസ്ട്രാർക്കുണ്ടായിരുന്നോ? ഇത് ഏത് രീതിയിൽ ഇരു വിഭാഗങ്ങൾക്കും ന്യായീകരിക്കാൻ കഴിയും? മാധു, അത് സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. കാരണം രജിസ്ട്രാർ അന്ന് ആ നിലപാട്, ഈ ചടങ്ങിനി നടക്കാൻ കഴിയില്ല, വലിയ പ്രതിഷേധമുണ്ടായപ്പോഴാണ് രജിസ്ട്രാർ ആ വേദിയിലേക്ക് കടന്നു വരികയും ഈ ഭാരതാംബയുടെ ചിത്രം മാറ്റാതെ, അല്ലെങ്കിൽ ആ ചിത്രം ഉണ്ടെങ്കിൽ
ഈ ചടങ്ങ് നടക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടെടുക്കുകയും ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ ഈ ചടങ്ങ് റദ്ദാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ആ ചടങ്ങിന് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് രജിസ്ട്രാർ പുറത്തിറക്കുകയും ചെയ്തു. ആ ഉത്തരവ് ഇറക്കിയതിനെയും വൈസ് ചാൻസലർ ഒരു കുറ്റമായി അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഗവർണർ ഇരിക്കുന്ന ഒരു ചടങ്ങിൽ ആ ചടങ്ങ് റദ്ദാക്കിക്കൊണ്ട് ആണ് രജിസ്ട്രാർ റിപ്പോർട്ട് അല്ലെങ്കിൽ അത്തരമൊരു ഉത്തരവ് ഇറക്കിയത് എന്നുള്ളതൊരു ഗുരുതരമായ കുറ്റമായിട്ടാണ് വൈസ് ചാൻസലർ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മാത്രമല്ല, ഈ ഭാരതാംബയുടെ ചിത്രം അതൊരു മതചിഹ്നമാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഒരു വിശദീകരണം നൽകാൻ രജിസ്ട്രാർക്ക് കഴിഞ്ഞില്ല എന്നും VC രാജ്ഭവന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് ഏത് മതത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നോ വ്യക്തമാക്കുന്നില്ല. വേദിയിൽ അതുപോലെ തന്നെ ഈ ഗവർണർ വേദിയിലിരിക്കുമ്പോഴും ദേശീയഗാനം ആലപിക്കുമ്പോഴുമൊക്കെ രജിസ്ട്രാറുടെ നടപടി ധിക്കാരപരമായിരുന്നു എന്നും രാജ്ഭവന് നൽകിയ റിപ്പോർട്ടിൽ VC ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ചാൻസലർ കൂടിയായ ഗവർണർ രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാനുള്ള ആലോചനകൾ തുടങ്ങിയത്. അതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടിയത്. ഏതാണ്ട് ഇന്ന് ഉച്ചയോടെ ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം അടക്കമുള്ള നടപടികൾ രാജ്ഭവൻ പൂർത്തിയാക്കിയിരുന്നു. അപ്പോൾ VCക്കോ അതല്ലെങ്കിൽ ചാൻസലറായ ഗവർണർക്കോ നടപടിയെടുക്കാം എന്നുള്ള, രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാമെന്നുള്ള ഒരു നിയമോപദേശമാണ് കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വൈസ് ചാൻസലർ നേരിട്ട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഇനി ഇതിപ്പോൾ ഏതായാലും